സ്പെഷ്യലായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇറച്ചി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് പൊടിച്ചെടുത്തു. അതുപോലെ നമ്മുടെ പൊട്ടറ്റോയും ഒന്ന് പൊടിച്ചു. അപ്പോൾ ഞാനതൊന്ന് വഴറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഓയിലിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില അതുപോലെ തന്നെ സവാള പിന്നെ പച്ചമുളകും ചേർത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്തു. എന്നിട്ട് നമ്മൾ ഉടച്ചു വെച്ചിരുന്ന പൊട്ടറ്റോയും അരച്ചു വെച്ചിരുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. മിക്സ് ചെയ്തെടുത്ത് ചെറിയ ബോൾസ് ആക്കി എടുക്കുവാണ് കേട്ടോ. അപ്പം ഇത് ചെറിയൊരു അളവിലുള്ളതേ ഉള്ളൂ, 8 എണ്ണമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ മുട്ട പൊട്ടിച്ചു, 2 മുട്ട എടുത്തു. അതിലേക്ക് ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്തു. അപ്പോൾ അത് നമ്മൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് ക്രിസ്മസിന് അടിപൊളിയായിട്ടുള്ള കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ബൈ.